നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഡൽഹി പ്രക്ഷോഭത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇരുപക്ഷവും. കേന്ദ്ര സർക്കാർ CJP ചർച്ചയിൽ തീരുമാനമായില്ല. നാളെ വീണ്ടും ചർച്ച. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഉറച്ച് CJP. വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചതിന് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി. പാർലമെന്റിൽ ഇന്നും ശക്തമായ പ്രതിഷേധം. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡിവൈഎസ്പിയെ വിളിച്ചുവരുത്തി ശകാരിച്ച് ഹൈക്കോടതി. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തതിൽ മാത്രം എന്തുകൊണ്ട് വീഴ്ചയെന്ന് ചോദ്യം. അന്വേഷിച്ച 10 കേസിൽ 9ലും ശരിയായി പ്രവർത്തിച്ചല്ലോ എന്നും കോടതി. ADGP ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന DGPയുടെ റിപ്പോർട്ട്. കേസ് ഡയറി അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. സ്വന്തം ഓഫീസ് ജീവനക്കാരെ ദുരുപയോഗിച്ചുവെന്നും കണ്ടെത്തൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ അജിത് കുമാർ. മുട്ടിൽ മരം മുറിക്കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ വിചാരണ നേരിടണം. പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി റദ്ദാക്കി. വിശ്വാസവഞ്ചനാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി. PK ശ്രീമതിക്കെതിരായ അവഹേളന വാർത്തകളിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറി. വാർത്ത നൽകിയ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി CPIM. വഖഫ് ബോർഡ് വിവാദത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് കള്ളമെന്ന് CPIM. കേസ് തള്ളിയിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. വിധി വരും മുമ്പ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് നടപ്പാക്കാൻ മുഖ്യമന്ത്രിക്ക് വ്യഗ്രതയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. താരസംഘടനയിൽ ശ്വേതാ മേനോനെതിരെ നടിമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പടയൊരുക്കം. ചാറ്റുകളും വോയിസ് നോട്ടുകളും പുറത്ത്. ശ്വേത തുടരണോ തെരഞ്ഞെടുപ്പ് വേണോ എന്ന ചോദ്യം. ചർച്ചകൾ. ശ്വേതയെ നേരത്തെ പുറത്താക്കിയ പെൺമക്കൾ ഗ്രൂപ്പിൽ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ അൻസിബ കോടതിയിൽ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ നാളെ തീരുമാനം അറിയിക്കാമെന്ന് CJP പ്രതിനിധികളെ കേന്ദ്ര സർക്കാർ അറിയിച്ചു. CJP പ്രതിനിധികളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ച പൂർത്തിയായി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CJP. നഷ്ടപരിഹാരവും കേസുകൾ പിൻവലിക്കലും ചർച്ചയിൽ ഉന്നയിച്ചു. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചായിരുന്നു ചർച്ച. സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് പങ്കെടുത്തത്. CJP വക്താക്കളായ സൗരവ് ദാസും അശുതോഷ് റാണയും നിവേദനം ഉൾപ്പെടെ കൈമാറി. നാളെ വീണ്ടും പ്രതിനിധികളുമായി സർക്കാർ ചർച്ച നടത്തും. कानून कैसे बदलने चाहिए, संस्थान जैसे MPA कैसे बदलने चाहिए, वो सजेशन भी हम लोगों ने उनको उस लेटर में अटैच करके दिया, जिसपे सरकार ने बोला कि वो सोच विचार करेंगी. लेकिन वो बात की बात है. जो हमारी मेन डिमांड है 3, उनमें से 2 डिमांड कॉम्पनसेशन और FIR का विड्रॉल और सॉवरेन गारंटी, उस पे सरकार पॉजिटिव है. और साथ हमने एक और चीज रिजाइन का हम लोग बोल रहे हैं. साथ एक और चीज हुआ है. हम लोगों ने बोला कि दिल्ली पुलिस के द्वारा बहुत सारे यंग लड़के लड़कियां जो युवा है इस देश के, उनको कल रात से पूरे दिन और आज भी डिटेन किया जा रहा है कोई भी रीजन के बगैर. वो लोग जो जंतर मंतर से निकल के घर जा रहे हो, वो लोग जो जंतर मंतर के तरफ आ रहे हो, एंड वो लोग जो जैसे खाना पहुंचा रहे हो, ऐसे यंग लोगों को डिटेन कर रही है, लॉयर्स के साथ धक्का मुक्की कर रही है. जब हमने ये बताया सरकार को कि ऐसा नहीं होना चाहिए क्योंकि ट्रस्ट डेफिसिट है लोगों के अंदर, उन्होंने बोला कि ऐसा कुछ तो नहीं हो रहा है, लेकिन अगर हो रहा है. ചർച്ചയ്ക്ക് ശേഷമായിരുന്നു CJP പ്രതിനിധികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. BB വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, പ്രതിഷേധക്കാരുടെ ആവശ്യത്തിന് കേന്ദ്രം വഴങ്ങുമോ? ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, ഏത് വിധേനയും ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ളത്. കാരണം ഈ സമരം കോൺഗ്രസ് ഏറ്റെടുത്തു. ഇത് രാഷ്ട്രീയമായി മാറുന്നു. ഒരുപക്ഷെ മന്ത്രി രാജിവെക്കേണ്ടി വന്നാൽ അത് BJP കേന്ദ്ര സർക്കാരിനുണ്ടാക്കുന്ന
ക്ഷീണം ചെറുതായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ കേന്ദ്രം ഏറ്റവും ഒടുവിൽ CJP നേതൃത്വവുമായി ചർച്ച നടത്തിയത്. അവർ ഉന്നയിച്ച 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതിൽ മന്ത്രിയുടെ രാജി ഒഴികെയുള്ള 2 ആവശ്യങ്ങളും അംഗീകരിച്ചു. അത് രേഖാമൂലം എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തു. ഒന്ന്, ഈ സമരവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ മുഴുവൻ ഒഴിവാക്കുമെന്നതാണ്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി പ്രധാനമന്ത്രി തന്നെ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. അവിടെ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തിൻ്റെ യുവതയെ അത് സമ്പത്തായി കാണുന്നു, അല്ലെങ്കിൽ അവരുടെ ഈ വിഷയത്തെ നിസ്സാരമായി കാണുന്നില്ല, കൃത്യമായ നടപടികൾ ഉണ്ടാകും, ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തിങ്കളാഴ്ച പാർലമെൻറ്റ് ചേരുമ്പോൾ ഇത് ബില്ലായി കൊണ്ടുവരാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഈ ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നവരെ 10 വർഷത്തേക്ക് ശിക്ഷിക്കാനും 10 കോടി രൂപ വരെ അവർക്ക് പിഴ ചുമത്താനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരം കേസുകളിൽ വിചാരണ വൈകാതിരിക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വശത്തു കൂടി ഉറപ്പുകൾ നൽകുകയും പുതിയ നിയമം വരുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം CJPയുടെ ഏറ്റവും അവസാനത്തെ ആവശ്യമായി നിലനിൽക്കുന്നത് മന്ത്രിയുടെ രാജിയാണ്. മറ്റ് കാര്യങ്ങളെല്ലാം, മറ്റു ഉപാധികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് സമരക്കാരുടെ എല്ലാ ആവശ്യങ്ങളും കേട്ടുകൊണ്ട്, എന്നാൽ മന്ത്രിയുടെ രാജി ഇല്ല എന്നൊരു നിലയിലേക്ക് മാറി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് CJPയുമായി ഒരു ധാരണയിലെത്തുക, അങ്ങനെ ഒരു തന്ത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പയറ്റുന്നത്. ഒരുപക്ഷെ നാളെ ഉച്ചയോടുകൂടി മന്ത്രിയുടെ രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നെങ്കിലും അങ്ങനെ ഉണ്ടാകില്ല. മനസ്സിലാക്കുന്നത് അത് വീണ്ടും സമയം നീട്ടും. അതിനുശേഷം പാർലമെൻറ്റിൽ ഒരുപക്ഷെ ഈ നിയമം വന്ന ശേഷമായിരിക്കും കൂടുതൽ ചർച്ചകളിലേക്ക് പോവുക. നാളെ വീണ്ടും ചർച്ച നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ മറ്റൊരു തന്ത്രത്തിലേക്കാകും പോവുക. കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്നൊരു അപകടം, ഇങ്ങനെ രാജിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾക്കും ഉണ്ടാക്കുന്ന മേൽക്കൈ ചെറുതായിരിക്കില്ല. ഇപ്പോൾ മന്ത്രിയുടെ രാജിയെങ്കിൽ അടുത്ത സമയത്ത് അത് പ്രധാനമന്ത്രിയുടെ രാജി എന്ന ആവശ്യങ്ങളിലേക്ക് മാറും. മറ്റ് പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് നേരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP CJP ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ സമരം അവസാനിപ്പിക്കാനുള്ള എല്ലാ നീക്കവും BJP നടത്തുന്നത്. മാത്രമല്ല, നിരാഹാര സമരം ഉൾപ്പെടെയുള്ള വാങ്ചുങ്ങിൻ്റെ സമരം ഉൾപ്പെടെയുള്ളവ നിർത്തുന്നതിന് BJP ശ്രമം നടത്തി. അത് വിജയം കാണുകയും ചെയ്തു. BJP മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ആ നിലയ്ക്ക് മറ്റെല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിൽ മാത്രം ഒരു സമവായം എന്ന നിലയ്ക്ക് അതൊരു ഒത്തുതീർപ്പ് ചർച്ചയിലെ ഭാഗമായി മാറ്റിക്കൊണ്ട് രാജി ഒഴിവാക്കി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. അതിവേഗ കോടതിയും പരീക്ഷാ പേപ്പർ ചോർത്തുന്നവർക്ക് കഠിന ശിക്ഷയും ഉറപ്പുവരുത്തുമെന്ന് സ്പീക്കർ അറിയിച്ചുവെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. അതേസമയം പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ സമഗ്രമായ ചർച്ച വേണമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് എന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭം തണുപ്പിക്കാൻ പുതിയ നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി നരേഷ് പാൽ ആണ് പുതിയ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിലേക്കാണ് മാറ്റിയത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഡൽഹി ഹൈക്കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിച്ചു. ജസ്റ്റിസ് അനു ഗ്രോവർ ബലിക പ്രത്യേക ജഡ്ജിയാകും. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് പാകിസ്ഥാനി അക്കൗണ്ടുകൾ തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കുന്നതായി ഡൽഹി പോലീസ്. ഇത്തരത്തിലെ 400-ൽ അധികം അക്കൗണ്ടുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ തെറ്റായ വിവരങ്ങളെ ആശ്രയിക്കരുത് എന്ന് പോലീസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. हमने नोटिस किया है कि सोशल मीडिया में कुछ मिस इन्फॉर्मेशन फैलाने की कोशिश की जा रही है. अभी तक 400 से ज्यादा पाकिस्तानी सोशल मीडिया हैंडल्स आइडेंटिफाई किए जा चुके हैं जो इस सिचुएशन का फायदा उठाते हुए फेक कंटेंट और र्यूमर स्प्रेड कर रहे हैं. उनको ब्लॉक कराया जा रहा है. ये वही सोशल मीडिया हैंडल्स हैं जो ऑपरेशन सिंदूर के दौरान भी एक्टिव थे. उनका सिर्फ एक ही मकसद है, लोगों को भड़काना और स्पेशली स्टूडेंट्स का ध्यान भटकाना. मेरी आपसे अपील है कि बच्चों की सेफ्टी के लिए किसी भी फेक पोस्ट, एडिटेड वीडियोस या एनोनिमस हैंडल से किया हुआ कोई भी पोस्ट के भड़कावे में ना आए. किसी भी पोस्ट को शेयर करने से पहले फैक्ट चेक करो, र्यूमर्स को स्प्रेड मत करो और किसी भी एंटी सोशल एलिमेंट्स को अपने इमोशंस का कंट्रोल मत लेने दो. याद रखो कि पीसफुल प्रोटेस्ट करना आपका अधिकार है और दिल्ली पुलिस इस अधिकार का रिस्पेक्ट करती है.
ഡൽഹിയിലെ CJP സമരത്തെ പിന്തുണച്ച് കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ കേസ്. വേടൻ പങ്കെടുത്ത പനമ്പള്ളി നഗറിലെ പരിപാടിക്കെതിരെയാണ് കേസ്. പോലീസിന്റെ അനുമതിയില്ലാതെ പരിപാടി നടത്തി എന്നാണ് കേസ്. സൗദി അറേബ്യയ്ക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണത്തിന് പിന്നാലെ ഇറാനും പാകിസ്ഥാനും ഇടയുന്നു. സൗദിയെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറണം എന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. എന്നാൽ സൗദിയിൽ നേരിട്ട് ആക്രമണം നടത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ തലയൂരുകയും ചെയ്യുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, നേരത്തെ തന്നെ പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള ധാരണയുണ്ട്, ആക്രമിച്ചാൽ പരസ്പരം ഇടപെടും എന്നുള്ളത്. അതിനിടയിലാണല്ലോ ഈ പ്രതിസന്ധി ഇപ്പോൾ പാകിസ്ഥാന് വെല്ലുവിളിയായി മാറുന്നത്. അഭിലാഷ്, നേരത്തെ തന്നെ ഒരു ആണവ കരാർ അത് പാകിസ്ഥാനും സൗദിയുമായി ഒപ്പുവെച്ചിരുന്നു. അതിന് പിന്തുണ അമേരിക്കയുടേത് ഉണ്ടായിരുന്നു. അമേരിക്ക കൂടി പിന്തുണച്ചതോടുകൂടിയാണ് സൗദിക്ക് അങ്ങനെ ഒരു യുദ്ധ ആവശ്യം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സഹകരിക്കുമെന്നൊരു ധാരണയിലേക്ക് പോയത്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ നീക്കം. നേരത്തെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥ ചർച്ച നടത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ ഇപ്പോൾ ഈ ഹൂത്തികൾ അവർ സൗദി അറേബ്യ ആക്രമിക്കുന്നു, സൗദിയുടെ കപ്പലുകൾ ആക്രമിക്കുന്നു. അങ്ങനെ യമനിലെ സായുധ വിഭാഗം സൗദി അറേബ്യയ്ക്ക് നേരെ നീങ്ങുമ്പോൾ അവർക്ക് പണവും പിന്തുണയും ഒക്കെ നൽകുന്നത് ഇറാനാണ് എന്നത് വളരെ പരസ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിൽ തെറ്റുന്നതിന് കാരണമായിട്ടുള്ളത്. സൗദി അറേബ്യയെ ആക്രമിക്കരുത് എന്ന ഒരു ആവശ്യമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഹൂത്തികൾക്ക് ആയുധമോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ നൽകുന്നത് നിർത്തിവെക്കണം എന്നതിനപ്പുറത്തേക്ക് ആ ആയുധങ്ങൾ ഉപയോഗിച്ച് സൗദിയെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാൻ പക്ഷേ ഈ ഘട്ടത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. തങ്ങൾക്ക് ആ കാര്യത്തിൽ നേരിട്ട് പങ്കില്ല. അതുകൊണ്ട് തന്നെ സൗദിയെ ആക്രമിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നൊരു നിലയിലേക്കാണ് ഇറാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. എങ്കിലും പാകിസ്ഥാനുമായി തെറ്റാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ വഴി ഇറാൻ്റെ എണ്ണക്കടത്ത് നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹോർമൂസിൽ അമേരിക്കയുടെ നാവിക ഉപരോധം നിലനിൽക്കുമ്പോൾ ഇറാൻ മറ്റ് മാർഗങ്ങളിലൂടെ പാകിസ്ഥാനിലേക്ക് എണ്ണ എത്തിക്കുകയും അവിടെ നിന്ന് ഈ എണ്ണ കയറ്റുമതി നടക്കുകയും ചെയ്യുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പാകിസ്ഥാൻ്റെ ശ്രമം, മറ്റൊന്ന് ഈ എണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇറാനെ സഹായിക്കുന്ന നിലപാട് പാകിസ്ഥാൻ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനുമായി തെറ്റാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം ജനങ്ങളോട് യുദ്ധത്തിന് തയ്യാറാകാൻ ഇറാൻ ആഹ്വാനം ചെയ്യുകയാണ്. സിവിലിയൻസിനോട് ആണ് അങ്ങനെ ഒരു ആഹ്വാനം നൽകിയിട്ടുള്ളത്. ആയുധ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. തെരുവുകളിൽ ജനങ്ങളെ തോക്കുമായി അവരെ കരയുദ്ധമുണ്ടായാൽ തെരുവുകളിൽ ഇറക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത്. അവരുടെ ആത്മീയ നേതാക്കളടക്കം രാജ്യത്തെ അങ്ങനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്കയുടെ ഏകാധിപത്യത്തിന് മുന്നിൽ കീഴടങ്ങരുത്, യുദ്ധം തന്നെയാണ്, യുദ്ധം വഴി മരണം വരിച്ചാൽ അത് അഭിമാനമാണ് എന്ന തരത്തിലാണ് ഇറാൻ്റെ പരമോന്നത നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി, കടുത്ത ഭീഷണി നിലനിൽക്കുകയാണ്. ഓരോ കപ്പലുകൾ ആക്രമിക്കുമ്പോഴും അതിനനുസൃതമായി ഇറാൻ്റെ ആസ്തി വകകൾ അത് കണ്ടുകെട്ടുകയോ അതിൽ നിന്ന് പണം ഈടാക്കുകയോ ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുമെന്ന അമേരിക്കയുടെ ഭീഷണി അതേപടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സൗദി അറേബ്യയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാനും പാകിസ്ഥാനും തമ്മിൽ തെറ്റുന്നത്. ഇങ്ങനെ ഒരു തെറ്റലുണ്ടാകുമ്പോൾ അമേരിക്കയുടെ വലിയ പിന്തുണ പാകിസ്ഥാനുണ്ട്, സൗദി അറേബ്യയ്ക്കുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അഭിലാഷ്, 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങളെയും ആക്രമിക്കുന്നതുപോലെ കണക്കാക്കി ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ നിലപാട് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇടവേള.
സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിലെ വീഴ്ചയിൽ DYSPയെ ശകാരിച്ച് ഹൈക്കോടതി. DYSP ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10ൽ 9ലും വീഴ്ചയില്ല. ഇതിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റിയെന്ന് കോടതി ചോദിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ശ്രമം എന്നും കോടതി ചോദിക്കുകയുണ്ടായി. കോടതി മുറിയിലെ മൈക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചതിനെയും ജഡ്ജി രൂക്ഷമായി വിമർശിച്ചു. ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഇന്ന് ഡിവൈഎസ്പിയും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും എസ്പിയും കോടതിയിൽ നേരിട്ട് ഹാജരായി. ഡിവൈഎസ്പിയെ കോടതി അടുത്തേക്ക് വിളിച്ചു വരുത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഡിവൈഎസ്പി ആയിട്ട് എത്ര നാളായി? ഇതുവരെ എത്ര അറസ്റ്റ് രേഖപ്പെടുത്തി? ഡിവൈഎസ്പി ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10ൽ 9ലും വീഴ്ചയില്ല. ഇതിൽ മാത്രമാണോ വീഴ്ച പറ്റിയത്? അറസ്റ്റിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയില്ലേ? പ്രതിക്ക് അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാത്തത് മനഃപൂർവ്വമാണോ? ഈ കേസുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥർ നിരന്തരം വിളിച്ചില്ലേ? ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ശ്രമം? തൂഫാൻ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു മുറിവും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറ്റിയിരിക്കുന്നത് കഴുത്തിനാണ്. അങ്ങനെ സംഭവിച്ചാൽ ആൾ മരിച്ചു പോകില്ലേ ഡിവൈഎസ്പി എന്നുകൂടിയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും രൂക്ഷ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിക്ക് സുപ്രീം കോടതി വരെ പോകാൻ എന്തിനാണ് അവസരം നൽകിയത്? സാധാരണക്കാരന്റെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്, അത് ഓർമ്മിപ്പിക്കട്ടെ എന്നുകൂടി കോടതി പറയുന്നുണ്ട്. നടപടി എടുക്കരുത്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കീഴ്ക്കോടതി സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ നടപടിയൊന്നും എടുക്കരുത് എന്ന ഡിവൈഎസ്പി കോടതിയിൽ ആവശ്യപ്പെട്ടു. വീഴ്ചയിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഡിവൈഎസ്പിയോട് കോടതി പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ മേൽനോട്ടം എന്തെന്ന് അറിയുമോ എന്ന് ക്രൈംബ്രാഞ്ച് എസ്പിയോട് കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളിലും കോടതി നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. 2 ആഴ്ചത്തേക്ക് ശേഷമായിരിക്കും ഹർജി വീണ്ടും പരിഗണിക്കുക. നേരത്തെ തന്നെ റാമിന്റെ അറസ്റ്റിൽ ഉണ്ടായ വീഴ്ച സംഭവിച്ചു എന്ന് ആഭ്യന്തരമന്ത്രി അടക്കം പറയുന്ന സാഹചര്യമുണ്ടായി. പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ കടക്കുന്നു. അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമായി വന്നിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തകർക്കെതിരായ കേസ് അട്ടിമറിക്കാൻ ADGP അജിത് കുമാർ ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് DGPയുടെ റിപ്പോർട്ട്. സ്വന്തം ഓഫീസ് ജീവനക്കാരെ ദുരുപയോഗം ചെയ്തതിനൊപ്പം കേസ് ഡയറി അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. അജിത് കുമാറിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ വിശദമായ സസ്പെൻഷൻ ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത്. അതേസമയം തനിക്കെതിരായ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്യാനാണ് അജിത് കുമാറിന്റെ നീക്കം. അഭിമന്യു വധക്കേസിൽ പ്രതികൾക്കെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്തും. IPC 323 ചുമത്താൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. കേസ് ഈ മാസം 28-ന് വീണ്ടും പരിഗണിക്കും. തനിക്കെതിരായ അവഹേളനത്തിൽ PK ശ്രീമതി നിയമ നടപടിക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും നിയമ നടപടി വേണം എന്നുമാണ് ആവശ്യം. വ്യാജവാർത്ത നൽകിയ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് CPIM പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി.
വ്യാജവാർത്ത ചെയ്തവർക്ക് എന്തുവന്നാലും മാപ്പില്ലെന്ന് പി കെ ശ്രീമതി. വാർത്ത നൽകിയ പലരും വിളിച്ച് കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. പി ടി തോമസ് മുൻപ് ചില വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് രോഗമായതിനാൽ നിയമ നടപടി എടുത്തില്ല എന്ന് പി കെ ശ്രീമതി പറഞ്ഞു. എല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ അതിന്റെ വസ്തുതകൾ ബന്ധപ്പെട്ട ആളുകളുമായി ഒന്ന് ചോദ്യം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും വരില്ല. ഇന്ന് എനിക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ എൻ്റെ കുടുംബത്തിനും അകത്തെ കുടുംബത്തിലാകെ ഗ്രൂപ്പിൽ ഇതെന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ച് എനിക്കൊരു മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് മനസ്സാവാതെ അറിയുന്ന കാര്യമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിൽ എത്തരുത്. ഒരു കുടുംബത്തിലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത് ഇത്ര കാര്യം വേണ്ടു. ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലക്ക്, അതുപോലെ DGPക്ക്, അതുപോലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിക്ക്, ഇവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അത് പരാതിയാണ്. ഇന്ന് നിയമപരമായിട്ട് തന്നെ എനിക്ക് ഇത്രയും സമൂഹത്തിൽ അങ്ങേറ്റം മാനക്കേട് ഉണ്ടാക്കിയതിൽ എതിരായിട്ട് അഭിമാനത്തിന് ഏറ്റവും വലിയ ക്ഷതം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ ഇത് ഉയർത്തിയവർക്കെതിരെ, ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ വക്കീൽ അവിടെയുണ്ട്, എൻ്റെ കടലാസെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പി കെ ശ്രീമതിക്കെതിരെയുള്ളത് പിതൃശൂന്യമായ വാർത്തയെന്ന് MV ജയരാജൻ. ഏതൊരു സ്ത്രീക്കും അന്തസ്സുണ്ട്, അതിനെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വ്യാജവാർത്ത തിരുത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജയരാജൻ പറഞ്ഞു. പിതൃശൂന്യമായ വാർത്തയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ അപമാനിക്കും വിധത്തിലാണ്. ഏതൊരു സ്ത്രീക്കും അന്തസ്സുണ്ട്. ആ അന്തസ്സിനെയാണ് ജനം TVയും മറ്റ് ഇതര ഓൺലൈൻ മാധ്യമങ്ങളും ചില അച്ചടി പത്രവും അപമാനിച്ചത്. PR കൃഷ്ണൻ 2ാം കേരള നിയമസഭയിൽ MLA ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്രീമതി പെൻഷൻ വാങ്ങുന്നുണ്ട്. ആ PK ശ്രീമതി മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചറാണെന്ന വ്യാജ വാർത്ത കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ജനം TV അടക്കമുള്ളവർ ചെയ്ത വാർത്താ നിർമ്മിതി ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. പിതൃശൂന്യ വാർത്തയാണ്. അതവർ തിരുത്തിയാലും പൊറുക്കാൻ കഴിയില്ല. വഖഫ് ബോർഡ് വിവാദത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് കള്ളമെന്ന് MV ഗോവിന്ദൻ. ഹർജി തള്ളി എന്ന് മുഖ്യമന്ത്രി പറയുന്നു, എന്നാൽ കേസ് തള്ളിയിട്ടില്ല. വിധി വരും മുമ്പ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് നടപ്പാക്കാൻ മുഖ്യമന്ത്രിക്ക് വ്യഗ്രതയാണ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേസ് ഹർജി ഇപ്പോഴും സുപ്രീം കോടതി പരിഗണിച്ച് തീർപ്പാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സാധാരണ പറയുന്ന രീതിയിലുള്ള കള്ളം ഇതുമായിട്ട് ബന്ധപ്പെട്ടും വിശദീകരിക്കുകയുണ്ടായി. ഹർജി സുപ്രീം കോടതി തള്ളി എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആ കേസിന്റെ വിധി വന്നു കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വീണ്ടും പറയുന്നത്, യഥാർത്ഥത്തിൽ കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രതയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. 2025 ശബരിമല സന്നിധാനത്ത് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത് വ്യാജ കരാർ ഉണ്ടാക്കിയാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും മുൻ അംഗം PS അജികുമാറിന്റെയും റിമാൻഡ് റിപ്പോർട്ടിൽ ആണ് ഈ പരാമർശം ഉള്ളത്. ഗുരുതര ആരോപണങ്ങളാണ് ഇരുവർക്കും എതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. 2025 സ്വർണം പൂശലിൽ സ്വർണ്ണമോഷണം നടന്നുവെന്നും 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് 2025 പാളികൾ വീണ്ടും കൊണ്ടുപോയത് എന്നുമാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, മുരാരി ബാബു എന്നിവരുമായി PS പ്രശാന്തും അജികുമാറും നേരിട്ട് ഗൂഢാലോചന നടത്തിയാണ് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിച്ചത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് വ്യാജ കരാർ ഉണ്ടാക്കിയാണ്. ഇതിനുള്ള എല്ലാ ഒത്താശയും ദേവസ്വം ബോർഡ് ചെയ്തു എന്നുമാണ് SITയുടെ കണ്ടെത്തൽ. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി റദ്ദാക്കി. അനധികൃതമായി മരം മുറിച്ചു വിൽപ്പന നടത്തിയതിന് അമ്പലമേട് പോലീസ് എടുത്ത കേസ് റദ്ദാക്കാനാകില്ല എന്ന് കോടതി അറിയിച്ചു. പ്രതികൾക്കെതിരെ കൂട്ടായ വിശ്വാസവഞ്ചന കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും. വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസിൽ നേരത്തെ അഗസ്റ്റിൻ സഹോദരങ്ങൾ ചോറ്റാനിക്കര കോടതിയെ സമീപിച്ചിരുന്നു. ചോറ്റാനിക്കര കോടതി ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ കണ്ടെത്തലിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. താരസംഘടനയായ അമ്മയിൽ ശ്വേതയ്ക്കെതിരെ പടയൊരുക്കം. തെരഞ്ഞെടുപ്പ് വേണോ, ശ്വേത തുടരണമോ എന്നതിൽ അഭിപ്രായ രൂപീകരണത്തിനായാണ് ശ്രമം. അമ്മയുടെ പെൺമക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആണ് ഈ നീക്കം.
ഗ്രൂപ്പിലെ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ശ്വേതയെ നേരത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എടുത്തെഴുതാവുന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ വേണം എന്ന് എഴുതാം, ശ്വേത തുടരണം എന്ന് എഴുതാം, അങ്ങനെ എഴുതാം, ക്ലാരിറ്റിയോടെ എഴുതാൻ പറ്റും. എന്തൊക്കെയോ പോളൊക്കെ ഇടുന്ന പരിപാടി ഉണ്ട്, അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഗീത വിജയൻ അങ്ങനെ ആർക്കെങ്കിലും അറിയാമോ? പോളൊക്കെ ഇടാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ പറ്റുമല്ലോ. നവ്യൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയൂ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ നടി അൻസിബ കോടതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പരാതി നൽകിയിട്ടും പോലീസ് ഇടപെട്ടില്ല എന്ന പരാതിയുമായാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നടി ലക്ഷ്മിപ്രിയയ്ക്കെതിരെ നൽകിയ പരാതിയിലാണ് തുടർ നിയമ നീക്കം. പാലാരിവട്ടം SHOയ്ക്ക് എതിരെയും നടപടി വേണമെന്ന് ആവശ്യമുണ്ട്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായത്തിൽ മൊഴി നൽകി. സിബി മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പേളി മാണി വിളിച്ച സംഭവത്തിൽ മറുപടിയുമായി സിബി മലയിലിൻ്റെ മകൻ ജോ സിബി മലയിൽ. പേളി മാണിയുടേതായി ഡിപ്ലോമസി നിറഞ്ഞ പോസ്റ്റ് ആണ് എന്നും എൻ്റെ അച്ഛൻ പരാജയപ്പെട്ട ഒരു സിനിമാക്കാരൻ എന്ന് നിങ്ങൾ വിളിച്ചാലും നട്ടലില്ലാത്ത മകനെ അദ്ദേഹം വളർത്തിയില്ല എന്ന് പേളിക്ക് മറുപടി നൽകി. നിങ്ങളുടെ അച്ഛൻ ഒരു ഭീരുവിനെയാണ് വളർത്തിയത് എന്നും പേളിയെ ആക്ഷേപിച്ചുകൊണ്ട് ജോ സിബി മലയിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിച്ചു. വിവാദങ്ങൾക്ക് പിന്നാലെ പേളി മാണി പോസ്റ്റ് നീക്കം ചെയ്തു. സിക്കിം ടണൽ ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിൽ എത്തിക്കാൻ ശ്രമം തുടരുന്നു. സിക്കിമിൽ എംബാം ചെയ്യാൻ സാധിക്കാത്തതിനാൽ റോഡ് മാർഗം കൊൽക്കത്തയിലേക്ക് എത്തിക്കും. എംബാം ചെയ്ത ശേഷം ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ മൃതദേഹം നാട്ടിൽ എത്തിക്കാനാണ് ശ്രമം എന്ന് അനീഷിൻ്റെ ഭാര്യ സഹോദരൻ സനൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഭാര്യ സംഗീതയും ബന്ധുക്കളും കൊൽക്കത്തയിൽ തുടരുകയാണ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ സീനിയർ ജിയോളജിസ്റ്റാണ് മരിച്ച അനീഷ് മോഹൻ. അനീഷ് മോഹൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അടുത്ത ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം. മണർകാട് ഇല്ലിവളവിലാണ് അനീഷിൻ്റെ വീടുള്ളത്. ഇല്ലിവളവിന് സമീപത്ത് തന്നെയാണ്. നിലവിലെന്തായാലും കൊൽക്കത്ത വരെ ഏതാണ്ട് ഉച്ചയോടുകൂടി മാത്രമേ മൃതദേഹം എത്തുകയുള്ളൂ. അവിടെ എത്തിയ ശേഷമായിരിക്കും എംബാം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുക. അതിനുശേഷം ഏറ്റവും അടുത്ത വിമാനത്തിൽ തന്നെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അനീഷിൻ്റെ ഭാര്യ, സഹോദരൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ മൃതദേഹത്തിനെ അനുഗമിച്ച് ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ ആംബുലൻസിലാണ് ഏതാണ്ട് 12 മണിക്കൂറോളം യാത്ര ചെയ്താണ് കൊൽക്കത്തയിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനം, ഈ കമ്പനി ഉൾപ്പെടെ ഏർപ്പെട്ടുകൊണ്ട് വിമാനം ഉൾപ്പെടെയുള്ള സൗകര്യത്തിലൂടെയാണ് ബന്ധുക്കളെ കൊൽക്കത്തയിലേക്ക് എത്തിച്ചത്. തുടർന്നും ആ സൗകര്യം അവർക്ക് ഏർപ്പെടുത്തും. അനീഷിൻ്റെ വീട്ടിലെന്തായാലും മാതാവും പിതാവും മാത്രമേ ഉള്ളൂ. മാതാവ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് നിലവിൽ. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. എന്തായാലും ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയെങ്കിലും മൃതദേഹം ഈ സ്ഥലത്തേക്ക് എത്തിക്കും, വീട്ടിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. കഴിഞ്ഞ തവണ വന്നു പോയപ്പോൾ ഓണത്തിന് വരാം എന്ന് പറഞ്ഞാണ് അനീഷ് മടങ്ങിയത്. 8 മാസമാണ് ഇളയ കുഞ്ഞിന് പ്രായമുള്ളത്. നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു, മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അനീഷ് മോഹൻ. അനീഷിന് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ നാട്ടുകാരുള്ളത്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം ഗ്രാമിന് 13,230, പവൻ 1,05,840, 18 ക്യാരറ്റ് ഗ്രാമിന് 10,870, പവൻ 86,960, വെള്ളി ഗ്രാം 235 കിലോ 2,35,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.